കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്തെ ഓർത്ത് കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം പ്രിയമുള്ളവരെ അഭിസംബോധനയും കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പലവിധമായ പ്രതികൂലങ്ങളും പലവിധമായ പ്രതിസന്ധികളും നമ്മുടെ ജീവിതമാകുന്ന പടകിന് നേരെ ആഞ്ഞടിക്കാറുണ്ട്. എന്നാൽ ഏതു പ്രതിസന്ധികളിലും നമ്മുടെ കരം പിടിക്കുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരമുണ്ട് എന്നുള്ളത് വളരെ ആമിഷ്ടോത്ര വ്യക്തതയോടെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 32-ാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ സുപരിചിതമേറിയ തിരുവചന ഭാഗങ്ങളിൽ ഒന്നാണ് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. യേശു പത്രോസിൻ്റെ പടകിലേക്ക് കടന്നു വരുന്നൊരു സാഹചര്യം. പത്രോസും കൂട്ടരും യാത്ര ചെയ്ത പടക് അതിശക്തമായ കൊടുങ്കാറ്റിനാലും തിരമാലകളാലും തകർന്നു പോകുന്നൊരു സാഹചര്യത്തിലേക്ക് വരികയാണ്. 14-ാം അധ്യായം 5 അപ്പം കൊണ്ട് 5000 പേരെ യേശു പോഷിപ്പിച്ച് ബാലൻസ് വന്നത് ശിഷ്യന്മാരുടെ പക്കൽ കൊടുത്ത് അക്കരയ്ക്ക് പോകുവാൻ കർത്താവ് നിയോഗിച്ച് ശിഷ്യന്മാരെ പടകിൽ നിർബന്ധിച്ചയക്കുകയാണ്. എന്നാൽ ആ വാക്കിന് വിപരീതമായി, ആ വാക്കിനെ ആകമാനം മുക്കിക്കളയുന്ന, വില കൊടുക്കാത്ത നിലയിൽ ലഭിക്കപ്പെട്ട നന്മയും നിയോഗിക്കപ്പെട്ട ശിഷ്യഗണങ്ങളും കടലിൻ്റെ അടിത്തട്ടിൽ അവസാനിച്ചു പോകുമെന്ന് പറയുന്ന ഒരു സാഹചര്യം. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഈ സന്ദേശം പറയുമ്പോൾ നാം കേട്ട ദൈവശബ്ദവും നാം മുൻപോട്ട് വച്ചിരിക്കുന്ന കാൽച്ചുവടുകളെയും തകിടം മറിച്ച് കളയാൻ, നശിപ്പിച്ച് കളയാൻ, നമ്മെ ഒന്നുമല്ലാതാക്കി കളയാൻ കൊടുങ്കാറ്റടിപ്പിക്കുകയും കടലിളക്കുകയും തിരമാലകളെ കാണിച്ച് ഭയപ്പെടുത്തുകയും ചെയ്ത സാത്താന്യ തന്ത്രങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റി ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ച് പടകിനകത്തേക്ക് കയറ്റിയ ശിഷ്യഗണങ്ങൾ ആകമാനം ഏകദേശം 9 മണിക്കൂറുകൾ തിരമാലകൾ കണ്ടും കടല് ഇളകുന്നത് കണ്ടും ഭയപ്പെട്ടു നിൽക്കുന്നു. ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ നമ്മുടെ ജീവിത പടകിനും നേരെ തകർത്തു കളയാൻ ആർത്ത് അലച്ചു വരുന്ന കൊടുങ്കാറ്റുകൾ, തിരമാലകൾ, നമ്മുടെ കഴിവുകൊണ്ടും പ്രാപ്തി കൊണ്ടും നിൽക്കുവാൻ കഴിയാത്ത നിലയിലുള്ള കൊടുങ്കാറ്റടിക്കുന്ന, കൊടുങ്കാറ്റ് പോലെയുള്ള പ്രതിസന്ധികൾ ആഞ്ഞടിക്കുന്നെങ്കിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കൈമാറുന്നു. അതിനെ അമർച്ച ചെയ്യുന്ന, അതിൻ്റെ മുകളിൽ നടന്നു വരുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്, ഒരു ദൈവിക സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പത്രോസും കൂട്ടരും അവിടെ തീരുകയാണ് എന്ന്, അവരുടെ പ്രതീക്ഷകൾ അവിടെ അസ്തമിക്കുകയാണ് എന്ന് ചിന്തിച്ച ഒരു സാഹചര്യം ഒരുക്കി. എന്നാൽ 4-ാം യാമമായപ്പോൾ യേശു പടകിൻ്റെ അരികിലേക്ക് നടന്നു വരുന്നൊരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും. യേശു പടകിലേക്ക് നടന്നു വരുമ്പോൾ പത്രോസ് യേശുവിനോട് ചോദിച്ചു, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ എനിക്കും കടലിൽ നിന്റെ അടുക്കലേക്ക് വരണം.
എൻ്റെ അടുക്കിലേക്ക് വരാൻ യേശു പത്രോസിന് നിയോഗം കൊടുക്കുമ്പോൾ, ആജ്ഞ കൊടുക്കുമ്പോൾ ചാടി ഒന്നും നോക്കാതെ കടലിലേക്ക് ഇറങ്ങുകയും അനന്തരം മുൻപോട്ട് പോകുന്നു. പത്രോസ് മുങ്ങിത്താഴുമെന്നൊരു സാഹചര്യം വരുമ്പോൾ പത്രോസിന്റെ കൈക്ക് പിടിച്ചു മുങ്ങാതെ അവനെ പിടിച്ചു നിർത്തുന്ന ഒരു ദൈവത്തിന്റെ കരം. അതിനുശേഷം കഴിഞ്ഞ ഏകദേശം കുറച്ചു മണിക്കൂറുകൾ അവർ ഫേസ് ചെയ്ത് അവർ അനുഭവിച്ച ആ കൊടുങ്കാറ്റിനെ അമർച്ച ചെയ്യാൻ, ആ പ്രതിസന്ധിയെ നീക്കിക്കളയാൻ പടകിനകത്തേക്ക് അവർ കയറുകയാണ്. ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ എൻ്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാൻ ആഗ്രഹിക്കുന്നു. കാലപ്പഴക്കം ചെന്ന ചില വിഷയങ്ങളും ഏറിയ സമയങ്ങൾ കൊണ്ട് നമ്മെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളും വഴിമാറാതെ, ആമിഷ്ടോത്രം ഒട്ടും ഭേദം വരാതെ നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ചില പ്രതിസന്ധികളെയും നോക്കി, ചില കൊടുങ്കാറ്റുകളെയും നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനാടിസ്ഥാനത്തിൽ കൈമാറാൻ ആഗ്രഹിക്കുന്നു. അതിനെ അമർച്ച ചെയ്യുന്നൊരു ദൈവത്തിൻ്റെ കരം, അതിനെ നിങ്ങളുടെ മുമ്പിൽ, താങ്കളുടെ മുമ്പിൽ ഇനി ആഞ്ഞടിക്കാതെ വണ്ണം അമർച്ച ചെയ്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്ന ഒരതിശയ കരം ചലിക്കുവാനിടയായി തീരും. എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുത്ത് സ്തോത്രം തുടങ്ങുക. കർത്താവിന് മഹത്വം. അവിടെ വായിച്ച വേദഭാഗം, അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. അപ്പോൾ പടകിൽ കയറുന്ന സമയം വരെ അവർ കാണുന്ന കാഴ്ച കാറ്റടിക്കുകയാ. തകരുമെന്നുള്ളതും തളർന്നു പോകുമെന്നുള്ളതുമായിട്ടുള്ള വലിയ ആപത്തിന്റെ കാഴ്ചകൾ കാണുന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷം അവർ പടകിൽ കയറി കാറ്റ് അമർന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, താങ്കളുടെ പടകിനെ നശിപ്പിച്ചു കളയാൻ, ജീവിതത്തെ ഇല്ലായ്മ ചെയ്തു കളയാൻ, മുൻപോട്ട് മൂവ് ചെയ്യാൻ കഴിയാതെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കൊണ്ടിട്ട് ഇവിടെ അവസാനിച്ചു പോകും, ഇവിടെ ഇല്ലായ്മയായി പോകുമെന്ന് വെല്ലുവിളിക്കുന്ന, പ്രതിസന്ധികൾ ഉയർത്തുന്ന, കൊടുങ്കാറ്റുകൾ ഉയർത്തുന്ന ചില വിഷയങ്ങളെ നോക്കി ദൈവത്തിന്റെ ആത്മ പറയുന്നു, താങ്കളുടെ പടകിലേക്ക് കയറാൻ യേശുവിന് മനസ്സുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ പടകിലേക്കൊന്ന് സ്വീകരിക്കാൻ. കഴിഞ്ഞ മണിക്കൂറുകൾ, കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ മാസങ്ങൾ, കഴിഞ്ഞ വർഷങ്ങൾ എൻ്റെ പടക് ഈ കൊടുങ്കാറ്റ് കണ്ട് വല്ലാതെ സ്തോത്രോളം തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തു ചെയ്യണമെന്നറിയാത്ത സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഇതെന്റെ നാശമാണോ? ഇതെന്റെ അവസാനമാണോ? ഇതിന് ഞാൻ എന്ത് പ്രതിവിധിയാണ് കാണാൻ കഴിയുന്നതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, അത് അമർച്ച ചെയ്യപ്പെടുവാൻ ദൈവത്തിൻ്റെ കരം ചലിക്കും. താങ്കളുടെ പടകിൽ യേശു കയറും. താങ്കളുടെ പടകിൽ കർത്താവ് കയറിയാൽ, കർത്താവിനെ താങ്കളുടെ പടകിലേക്ക് സ്വീകരിച്ചാൽ, ഈ കഴിഞ്ഞ മിനിറ്റ് വരെ താങ്കളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന, വേദനിപ്പിച്ചുകൊണ്ടിരുന്ന ആ കാറ്റ് അമർച്ച ചെയ്യപ്പെടും. അതേ, ഈ പ്രതിസന്ധിയെ അമർച്ച ചെയ്യുന്നൊരു ദൈവത്തിൻ്റെ കാര്യം ചലിക്കുന്നുണ്ട്. വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ, ഇന്നലെ വരെ, കഴിഞ്ഞ മിനിറ്റ് വരെ പടകിനു നേരെ, ജീവിതത്തിന് നേരെ അടിച്ചുയർന്ന ആ കൊടുങ്കാറ്റിനെ, ആ പ്രതിസന്ധിയെ അമർച്ച ചെയ്ത് ദൈവത്തിൻ്റെ കരം ചലിക്കും. വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ കർത്തൃസന്നിധിയിൽ മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളെ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.